അവളൊരു ആരാധന കലർന്ന ബഹുമാനത്തോടെ അവനെ നോക്കിയിരുന്നു. അത് അവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. സംസാരത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ അവൾ തന്നെ നോക്കിയിരിക്കുന്നതൊന്നും ദർശൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ശ്രുതി അത് നന്നായി ശ്രദ്ധിച്ചു. ആ കാഴ്ച അവളുടെ മുഖത്തെ പുഞ്ചിരിയിൽ മങ്ങലേൽപ്പിച്ചു. പെട്ടെന്നാണ് വേദികയ്ക്ക് താൻ ദർശനെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് ഓർമ്മ വന്നത്. അവൾ വേഗം നോട്ടം മാറ്റി. അവളുടെ സംസാരം പിന്നെയും നീണ്ടുപോയി. പെട്ടെന്നാണ് ദർശൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ശ്രുതി കണ്ടത്. സൈലന്റ് മോഡിലായതുകൊണ്ട് ദർശൻ അത് അറിഞ്ഞതുമില്ല. സാർ, ഫോൺ, ശ്രുതി പറഞ്ഞു. അവളെയൊന്ന് നോക്കി ദർശൻ ഫോൺ എടുത്തു. അത്രയും നേരം ചിരിച്ചു കളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ദർശൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവമുള്ളതായി. അപ്പോൾ അവൻ ഒരു പക്കാ ബിസിനസ്മാൻ മാത്രമായിരുന്നു. മറുതലയ്ക്കിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവനെ ശ്രദ്ധിക്കുകയായിരുന്നു 3 പേരും. യെസ് യെസ്, ഞാൻ പോരുന്നതിന് മുന്നേ ആ എഗ്രിമെൻ്റ് പുതുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തതായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇതുവരെ മെയിൽ കിട്ടിയില്ലേ? ഓക്കെ, ശരി. ഞാൻ എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇൻഫോം ചെയ്യാം. ലീഗൽ പ്രൊസീജിയറൊക്കെ നടക്കട്ടെ. അവൻ ഫോൺ കട്ടാക്കി ശ്രുതിയൊന്ന് നോക്കി. ദേഷ്യമൊന്നും ആയിരുന്നില്ലെങ്കിലും അത്ര നേരം മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞിരുന്നു. ശ്രുതി, ആൽഗാസുമായിട്ടുള്ള അഗ്രിമെൻ്റ് പുതുക്കുന്ന കാര്യം പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് അവർക്കിതുവരെ മെയിൽ പോലും അയച്ചിട്ടില്ലെന്നാ അവർ പറഞ്ഞത്. സാർ, ഞാൻ ഓഫീസിൽ പറഞ്ഞേൽപ്പിച്ചതായിരുന്നല്ലോ. മെയിൽ അയച്ച് അവരുടെ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സാറ് പോയി സൈൻ ചെയ്താൽ മാത്രം മതിയല്ലോ. പോരുന്നതിന് മുൻപ് ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിരുന്നല്ലോ. പക്ഷേ അവർക്ക് മെയിൽ പോലും കിട്ടിയിട്ടില്ല. നമ്മുടെ മെയിൽ കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ മെയിൽ പോലും അയക്കാത്ത സ്ഥിതിക്ക് ഇനി എഗ്രിമെൻ്റ് എപ്പോൾ സൈൻ ചെയ്യാൻ പറ്റും? എഗ്രിമെൻ്റ് സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റൂ. അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യേണ്ട 2 വർക്കുള്ളതല്ലേ. താൻ ആരെയാ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചത്? അഭിരാമിയെയാണ് സാർ ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചത്. ആ, ബെസ്റ്റ്. അതിലും ഭേദം താൻ നമ്മുടെ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നതായിരുന്നു. കാശ് കൊടുത്തു പുറത്തുനിന്ന് ആളെ വെച്ചെങ്കിലും അയാൾ ചെയ്തു തന്നേനെ. വെളിവും ബോധവും ഒന്നുമില്ലാത്തവരെയാണോ ഈ വക പണിയൊക്കെ ഏൽപ്പിക്കുന്നത്? താനൊരു കാര്യം ചെയ്യേ, ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് വിളിക്ക്. എന്നിട്ട് ഈ പണി വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. നമ്മൾ വരുമ്പോഴേക്കും എല്ലാം വേഗം ശരിയാക്കി വെക്കാൻ പറ. 2 ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ഓക്കെ സാർ. ശ്രുതി കോൾ ചെയ്യാനായി ഫോൺ എടുത്തു. അപ്പോഴാണ് ദർശൻ്റെ ശ്രദ്ധ മുന്നിലിരിക്കുന്നവളിലേക്ക് എത്തിയത്. ഓ സോറി, പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുടെ കാര്യം ഞാൻ വിട്ടുപോയി. ഓ, അത് സാരമില്ല. ഞങ്ങൾക്കും പഠിക്കാലോ പ്രശ്നം വരുമ്പോൾ എങ്ങനെയൊക്കെയാ നേരിടേണ്ടത് എന്ന്, അല്ലേടാ? ശരിക്കും ഇതൊരു പ്രശ്നമല്ല വേദിക. ഞങ്ങൾ പോകുന്നതിന് മുൻപേ ശ്രുതി എല്ലാം ശരിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഏൽപ്പിച്ച ആള് അത് ശരിയായി ചെയ്തില്ല. ഒരു കാര്യവും ശരിയായി ചെയ്തില്ല. അഭിരാമി എന്നല്ലേ ശ്രുതി പേര് പറഞ്ഞത്? എന്തിനാ അങ്ങനത്തെ കുട്ടിയെ സ്റ്റാഫായി വെച്ചിരിക്കുന്നത്? ഓ, ആ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. അച്ഛൻ നേരിട്ട് അപ്പോയിൻ്റ് ചെയ്തതാ. പറഞ്ഞു വിടാൻ ഒരുപാട് പറഞ്ഞു. അച്ഛൻ സമ്മതിക്കുന്നില്ല. ബിസിനസ്സൊക്കെ എന്നെ ഏൽപ്പിച്ചെങ്കിലും അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ പിന്നെ മനസ്സനുവദിക്കില്ല. അതാ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നേ. ഹലോ അഭിരാമി. ശ്രുതി ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ദർശൻ തിരിഞ്ഞു നോക്കി. അവളോട് ഫോൺ സ്പീക്കറിലിട്ട് അവൻ്റെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞു. ഹലോ ശ്രുതി, എന്താടാ? ശ്രുതിയല്ല, ഞാനാ ദർശൻ. ഹലോ സാർ, എന്താ? ഞങ്ങൾ മീറ്റിങ്ങിന് ചെന്നൈയിലേക്ക് വരുന്നതിന് മുൻപ് ശ്രുതി അഭിരാമിയെ എന്തെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. കുറച്ചു നേരം ഒന്നും അപ്പുറത്ത് നിന്നും മിണ്ടിയില്ല. 1-2 കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്നിട്ട് അതൊക്കെ താൻ ചെയ്തോ? നമ്മുടെ പുതിയ 2 സ്റ്റാഫിനെ ഇൻഷുറൻസ് പേപ്പർ റെഡിയാക്കാനായിരുന്നു. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കാമെന്നാ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ശ്രുതി പറഞ്ഞിരുന്നോ? ആൽഗാസുമായിട്ടുള്ള നമ്മുടെ എഗ്രിമെൻ്റ് പുതുക്കുന്നതിനായി മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അഭിരാമി അത് ചെയ്തോ? ഇല്ല. ഒരു കൂസലുമില്ലാതെ അഭിരാമി അത് പറയുന്നത് കേട്ട് മുന്നിലിരുന്ന 2 പേരുടെയും കണ്ണു വിഴിഞ്ഞു. ശ്രുതി ആവട്ടെ ഇതൊക്കെ എത്ര കണ്ടതാ എന്നൊരു ഭാവമായിരുന്നു. എന്നാൽ ദർശൻ്റെ മുഖം ദേഷ്യത്താൽ ചുമന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ആ കാര്യം കുറച്ച് അത്യാവശ്യമായതുകൊണ്ടല്ലേ വരുമ്പോഴേക്കും എല്ലാം ചെയ്തു വെക്കണമെന്ന് ശ്രുതി ഏൽപ്പിച്ചത്. ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ശ്രുതി ചെയ്യുമായിരുന്നില്ലേ? അതെ സാർ, അവർ നമുക്ക് തരുന്ന റേറ്റും പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ ഒട്ടും ചേരുന്നില്ല.
അതിലും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഇതിലും കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ വേറെ അവൈലബിൾ ആണ്. വർഷം കുറേ ആയില്ലേ നമ്മൾ ഇവരെ തന്നെ നോക്കുന്നു. ഇനി നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ആരെ ഏൽപ്പിക്കണം ആരെ ഏൽപ്പിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, താനല്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ അഭിരാമി എൻ്റെ സീറ്റിലിരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം താൻ തീരുമാനിക്ക്. ദേഷ്യം പരമാവധി കടിച്ചു പിടിച്ച് ദർശൻ പറഞ്ഞു. 10 മിനിറ്റ് സമയം തരും ഞാൻ. അതിനുള്ളിൽ അവർക്ക് മെയിൽ അയച്ചിരിക്കണം. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് എല്ലാ ലീഗൽ പ്രൊസീജിയറും താൻ കൂടെ മുൻകൈയെടുത്ത് തീർത്തിരിക്കണം. ഞാൻ അവിടെ വരുമ്പോൾ സൈൻ ചെയ്യാനുള്ള ഒരു പണി മാത്രമായിരിക്കണം ബാക്കിയുണ്ടാവേണ്ടത്. അണ്ടർസ്റ്റുഡ്? കുറച്ചു നേരം അപ്പുറത്ത് നിന്നും മറുപടിയൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞത് അഭിരാമിക്ക് മനസ്സിലായോ? യെസ് സാർ. ദെൻ ഡു വാട്ട് ഐ സേ. ഓക്കെ സാർ. സാർ, ഫോണൊന്ന് ശ്രുതിക്ക് കൊടുക്കോ? എനിക്കൊരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. ഫോൺ സ്പീക്കർ മോഡ് മാറ്റി ശ്രുതിക്ക് കൊടുക്കാനായി നീട്ടി. പിന്നീട് എന്തോ ഓർത്ത് അത് സ്പീക്കറിൽ തന്നെ ഇട്ടു. അഭിരാമി പറയാൻ പോകുന്നത് എന്താണെന്ന് ഏറെക്കുറെ ദർശൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേൾക്കണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷേ വേദികയും വിരയനും കൂടി അത് കേൾക്കുമെന്ന് അവൻ ചിന്തിച്ചില്ല. അഭിരാമിയോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ അവരെ മറന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എടി ശ്രുതി, എൻ്റെ ദർശേട്ടൻ നല്ല ദേഷ്യത്തിലാണല്ലോ. എന്താ ഇന്നലെ മീറ്റിംഗ് കഴിയാൻ വൈകിയോ? നന്നായി ഉറങ്ങാനൊന്നും പറ്റിയില്ലേ? നീ നേരാവണ്ണം കഴിക്കാനൊന്നും കൊടുക്കുന്നില്ലേ? ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങേരുടെ വെയിറ്റ് നോക്കും. എന്തെങ്കിലും കുറവ് കണ്ടാൽ പിന്നെ നിനക്ക് പെരുന്നാളാണ് മോളെ. ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, താഴെ റിസപ്ഷനിൽ വിളിച്ച് ഒരു കുപ്പി സ്പ്രൈറ്റ് പറ. അയ്യോ അത് വേണ്ട, അതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല. മാത്രല്ല ഭാവിയിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും ബുദ്ധിമുട്ടായി വരും. നീയൊരു കാര്യം ചെയ്യേ, റിസപ്ഷനിൽ വിളിച്ചിട്ട് ഒരു ഓറഞ്ച് ജ്യൂസോ ലൈം ജ്യൂസോ പറ. എന്നിട്ട് അത് അങ്ങേർക്ക് കൊടുക്ക്. ശരീരം തണുക്കുമ്പോൾ ദേഷ്യവും മാറും. അഭിരാമി പിന്നെയും ഫോണിലൂടെ പലതും പറയുകയാണ്. എന്നാൽ ശ്രുതി ഇതൊന്നും കേൾക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു. ദർശന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരിക്കുന്നത് കണ്ട് അവളൊന്ന് ഉമിനീരിറക്കി. മുൻപിലിരിക്കുന്നവരും ആകെ പകച്ചിരിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ആ മെയിൽ നീ അയച്ചില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസും ലൈം ജ്യൂസും ആയിരിക്കില്ല, അവിടെ വന്ന് നിന്നെ പിഴിഞ്ഞായിരിക്കും ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. ഇനിയും അവളെ സംസാരിക്കാൻ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ദർശൻ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. അയ്യോ ദർശേട്ടാ, ഞാൻ ചുമ്മാ. വെച്ചിട്ട് പോടി പുല്ലേ. എടി, ഇങ്ങേര് എന്നേക്കാളും തറയാണല്ലോ. വേദികയ്ക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ചെവിക്കടുത്ത് വന്ന് വിരയൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ പറഞ്ഞതിനേക്കാൾ ഫോണിലൂടെ കേട്ട കാര്യങ്ങളാണ് അവൾക്ക് കൂടുതൽ ദേഷ്യം വരുത്തിയത്. അപ്പോഴേക്കും ദർശൻ ഫോൺ സംഭാഷണം നിർത്തി അവർക്ക് നേരെ തിരിഞ്ഞു. അവരോട് എന്ത് പറഞ്ഞു തുടങ്ങണമെന്നൊരു ചമ്മലിലായിരുന്നു ദർശൻ. അവൻ അവരെ നോക്കി ചമ്മലോടെ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു പിരിപോയ കേസാണെന്ന്. അതെനിക്ക് ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോഴേ തോന്നി, വിരയൻ പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊരു സ്റ്റാഫിനെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ടത്തരം തന്നെയാണ്. അങ്കിളിനോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക്, ആ കുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കാൻ. ഇങ്ങോട്ട് വരുന്നതിന് മുൻപും ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചെന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയേ മതിയാവൂ. ദർശൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ വേദിക അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ കുറച്ചു മുൻപ് കഴിഞ്ഞുപോയ സംഭാഷണങ്ങൾ തന്നെയായിരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥതകൾ തന്നെ വന്ന് മൂടുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ചു നേരം മുൻപ് ദർശനോട് ഫോണിൽ സംസാരിച്ച അഭിരാമിയോട് അവൾക്ക് ദേഷ്യം തോന്നി. എന്തിനാ അവൾ ദർശനോട് ഇത്രയധികം അധികാരത്തിൽ സംസാരിക്കുന്നതെന്ന് അവൾ ആലോചിച്ചു. തനിക്കെന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതാണോ പ്രണയം? അപ്പോൾ തനിക്ക് ദർശനോട് പ്രണയമാണോ? പിന്നെ പ്രണയം മണ്ണാങ്കട്ട. പരിചയപ്പെട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല, അയാളോട് എങ്ങനെയാ പ്രണയം തോന്നുന്നത്? വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. അവളൊരു നിമിഷം കണ്ണടച്ചുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കാൻ ശ്രമിച്ചു. പിന്നീടൊന്നും സംഭവിക്കാത്തതുപോലെ അവരുടെ കൂടി സംഭാഷണത്തിൽ അവളും ഏർപ്പെട്ടു. കുറച്ചു നേരം കൂടി ദർശനോട് സംസാരിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് ദർശനുമായുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞ അഭിരാമി കാണുന്നത് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരിയും അവിടുത്തെ സ്റ്റാഫുമായ സ്വാതിയെയാണ്. അഭിരാമി പുരികമുയർത്തി എന്താ എന്നുള്ള ഭാവത്തിൽ സ്വാതിയെ നോക്കി. നീ ഇത് എന്തൊക്കെയാ എൻ്റെ ആമി ഫോണിലൂടെ സംസാരിച്ചത്? സാർ ഇനി വന്നു കഴിഞ്ഞാൽ നിന്നെ ജീവനോടെ വെക്കോ? ഓ പിന്നെ, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്നൊരു ഭാവമായിരുന്നു അഭിരാമിക്കപ്പോൾ. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ,
പറഞ്ഞേൽപ്പിച്ച ജോലിയെല്ലാം ചെയ്യാൻ. അപ്പോൾ നീ പറഞ്ഞു നീ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ എന്തായി? ഇനിയും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പറഞ്ഞേൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്. 10 മിനിറ്റിനുള്ളിൽ എല്ലാം ശരിയാക്കി സാറിനെ വിളിച്ചറിയിക്കണമെന്നല്ലേ ഓർഡർ? ഓ പിന്നെ, ഓർഡറും കൊണ്ട് അങ്ങേര് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനേ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന കൂട്ടത്തിലല്ല. ഇന്നലെ നിന്നോട് പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. അപ്പോൾ നീ ഇപ്പോൾ സാറ് പറഞ്ഞതൊന്നും ചെയ്യാൻ പോകുന്നില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ നടപ്പിലാക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ഞാൻ. അതിനിടയ്ക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി നീ എൻ്റെ സമയം കളയല്ലേ. എൻ്റെ കോൺസെൻട്രേഷൻ പോകും. അവളുടെ പറച്ചിൽ കേട്ട് ഒരു ദയനീയ ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് സ്വാതി പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നമിച്ചു നിന്നെ. ഇത്രയൊക്കെ അങ്ങേര് പറഞ്ഞിട്ടും ഒരു കുലുക്കവും നിനക്കില്ലെങ്കിൽ അപാര തൊലിക്കട്ടി തന്നെയാ നിനക്ക്. അതൊക്കെ എന്ത്, പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ, പഴശ്ശിയുടെ ചീറ്റിപ്പോയ യുദ്ധമുറകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇനിയും കാണാനുള്ള ആരോഗ്യം എനിക്കില്ല മോളെ. ഇത് അതുപോലെയൊന്നും അല്ലടി. ഇത് ഞാൻ നല്ല പക്ക ആയിട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ നോക്കിക്കോ, ഇതിൽ പിടിച്ചു കയറി ഞാൻ ദർശേട്ടൻ്റെ മനസ്സിലേക്ക് എടുത്തു ചാടും. ചാടിക്കയറിയ അതേ സ്പീഡിൽ തന്നെ അങ്ങേര് നിന്നെ വല്ല കൊക്കയിലേക്ക് എടുത്ത് എറിയുകയും ചെയ്യും. സ്വാതി ഒരു താളത്തിൽ അഭിരാമിയെ കളിയാക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞത്. പാ, അപശകനം പറയാതെ ഇറങ്ങിപ്പോടി പുല്ലേ. അല്ലെങ്കിൽ ഞാൻ പോകുക. ഇവിടെ നിന്ന് നിന്നോട് കത്തിവെച്ചു കൊണ്ടിരുന്നാൽ എന്നെ ഏൽപ്പിച്ച പണി ചെയ്യാതെ ചിലപ്പോൾ എനിക്കും കിട്ടും സാറിൻ്റെ കയ്യിൽ നിന്ന്. പോടെ ഇപ്പോ. നിനക്കൊക്കെ ഈ ഓഫീസിൻ്റെ 4 ചുവരിൽ ഇരുന്നു കൊണ്ടുള്ള പണിയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങേര് പറയുന്നതൊക്കെയും വെള്ളം തൊടാതെ വിഴുങ്ങി അത് മാത്രം ചെയ്ത് നിൻ്റെയൊക്കെ ജീവിതം തീരും. ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. അതുകൊണ്ട് സമാധാനത്തിൽ ചീത്ത കേൾക്കാതെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സ്വന്തമായി പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന നിനക്കോ ചീത്തയൊഴിഞ്ഞ സമയവുമില്ല. ഓ എടി, ഇത് അതുപോലെയൊന്നുമല്ല. സത്യമായിട്ടും ഈ പ്ലാൻ സക്സസ് ആവും. അതോടുകൂടി ഇത്രയും നാളും ദർശേട്ടൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുണ്ടായ ചീത്തപ്പേരുകളെല്ലാം മാറും. നീയും എൻ്റെ കൂടെ നിന്നാൽ നിന്നെക്കുറിച്ചും അങ്ങേരുടെ മനസ്സിൽ ഒരു മതിപ്പുണ്ടാക്കാം. ഓഹ് വേണ്ട, ഇപ്പോഴുള്ള മതിപ്പൊക്കെ മതി. നിനക്ക് യോഗമില്ല, ഞാനെന്ത് ചെയ്യാനാ? ഫയൽസുമായി എഴുന്നേറ്റുകൊണ്ട് അഭിരാമിയുടെ അടുത്തായി ചെന്ന് നിന്ന് സ്വാതി പറഞ്ഞു. നോക്കാമി, ഞാനിത് സീരിയസ് ആയിട്ട് പറയാ. അല്ലെങ്കിൽ തന്നെ സാറ് നിന്നോട് കട്ടക്കലിപ്പില്ല. നീ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളൊക്കെ കണ്ട് ഒരുപാട് തവണ നിന്നെ പുറത്താക്കാൻ തീരുമാനിച്ചതാ. ഹരിദാസ് സാറിൻ്റെ ഒറ്റ നിർബന്ധത്തിലാ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതും അബദ്ധമായി മാറിയാൽ പിന്നെ ഇനിയും അച്ഛൻ്റെ വാക്ക് മോൻ കേട്ടെന്ന് വരില്ല. തൂക്കിയെടുത്ത് പുറത്തെറിയും അങ്ങേര്. അങ്ങനെ എന്നെ പുറത്താക്കാനാവോടി? നോവ് കലർന്ന ഒരു ചെറുപുഞ്ചിരിയോടെ അഭിരാമി ചോദിച്ചു. അതിനൊരു മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് സ്വാതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സ്വാതിയുടെ പോക്കും നോക്കിക്കൊണ്ട് അഭിരാമി തൻ്റെ കഴുത്തിൽ കിടന്ന ചെയിൻ കയ്യിലെടുത്ത് പിടിച്ചു. ചെയിനിൽ കൊളുത്തിയിരിക്കുന്ന താലിയിൽ അവളുടെ കൈ അമർന്നു. മെല്ലെ അതിലൊന്ന് മുത്തി നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ചു. നോ ആമി, നോ, കോൺസെൻട്രേറ്റ്. ഇത് കരയാനുള്ള സമയമല്ല. ദർശൂട്ടൻ വരുന്നതിന് മുൻപായി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ആ സ്വാതി പറഞ്ഞതെല്ലാം സത്യമാകും. കണ്ണടച്ച് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളോടായി തന്നെ പറഞ്ഞ് വേഗം ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ആ ലതാമേ, ഞാനാ. നാളെ കഴിഞ്ഞ് ഞാൻ ദർശേട്ടനെയും കൂട്ടി വിച്ചുവേട്ടനെ കാണാൻ വരും. വിച്ചുവേട്ടൻ എന്നോട് ഓഫീസിലേക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത്. ആ, അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാം. ശരി, എന്നാൽ ഞാൻ വെക്കുവാണ്. വർഷമോളോട് കൂടി പറഞ്ഞേക്ക്.